എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ തികച്ചും യാദൃശ്യമായി മറ്റൊരു ചാനലിൽ വന്ന അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. വിയോജനക്കുറിപ്പല്ല, അഭിപ്രായമല്ല, തിരുത്താനല്ല, പഠിപ്പിക്കാനല്ല, ഒന്നുമല്ല. കാരണം പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. അതാണ് എൻ്റെ വാദം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം. പക്ഷേ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ആളുകൾ അതിനകത്ത് കമൻ്റ് ഇട്ടു. ചില കമൻറ്റുകൾ വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്, വളരെ ആഴത്തിലുള്ളതുണ്ട്. അതുപോലെ ഇന്നലെ നിരവധി സന്യാസിമാർ, സ്വാമിമാർ, സ്വാമിനിമാർ, സാധാരണ ജനങ്ങൾ ഒക്കെ എന്നെ ഫോൺ ചെയ്തു. ഇത്രമാത്രം പ്രതികരണം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഇത്രമാത്രം റെസ്പോൺസ് അതിന് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് ചെയ്തൊരു വീഡിയോ അല്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മ വിശ്വാസം പറയുന്ന അല്ലെങ്കിൽ അത് വിശ്വസിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അതിൽ സ്വാതന്ത്ര്യം വല്ലാതെ അനുവദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. അതിനകത്ത് ജനാധിപത്യമുണ്ട്, പരസ്പര സംവാദമുണ്ട്, ചർച്ചകളുണ്ട്. യാജ്ഞവൽക്കൻ പറഞ്ഞതും നേതി നേതി നേതി. ഗാർഹികമായിട്ടുള്ള തർക്കമെന്ന് നമുക്ക് പറഞ്ഞൂടെ. തർക്കം എന്ന് പറഞ്ഞാൽ വഴക്കെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. തർക്കശാസ്ത്രമുണ്ട്, ലോജിക്ക് എന്നൊക്കെ പറയുന്നത് തർക്കശാസ്ത്രമുണ്ട്. തർക്കമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ വഴക്കാണ് എന്ന് പറയും. നമ്മൾക്ക് അറിയാവുന്ന തർക്കം ഈ ചാനലുകളിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തും പറയുന്ന ഒരു രീതിയും, അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ചെറിയ വിഷയത്തിലേക്കൊക്കെ പോകുന്ന, അതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഈ തർക്കം. അതല്ല തർക്കം. തർക്കം എന്നാൽ എതിർവാദം എന്നർത്ഥം മാത്രമേ ഉള്ളൂ. ഒരാൾ പറയുന്നതിന് അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ കൊണ്ട് മറ്റൊരാൾ പറയുന്ന ഒരു കാര്യമാണ്, അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് പ്രതികൂലിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത അഭിപ്രായങ്ങൾ പറയുന്ന അതൊന്ന് മാത്രമേ അർത്ഥം എടുത്താൽ മതി. ഞാൻ ആ അർത്ഥത്തിൽ പറയുന്നു. താർക്കിക ശാസ്ത്രം തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നമ്മൾ മുന്നോട്ട് പോയത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. തെരുവിൽ കെട്ടിയ ചെണ്ടയെ പോലെ എല്ലാവരും ഹിന്ദുവിനെ പഠിപ്പിക്കാൻ ഇറങ്ങും. യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ ഒരു പ്രശ്നം, അവർ ആദ്യം പറയും ശാസ്ത്രത്തിൽ വിശ്വസിക്കുക, ഈ ദൈവമൊന്നുമില്ല എന്ന് പറയും. ഓക്കെ, സമ്മതിച്ചു, അതാണ് നിങ്ങളുടെ വാദം. ചാർവാഹകന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് സമ്മതിച്ചു, അതിനകത്ത് തർക്കമില്ല. എന്നിട്ട് പറയും അയ്യപ്പൻ അങ്ങനെയാണ്, അയ്യപ്പൻ ഇങ്ങനെയാണ്, അയ്യപ്പൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, 4 അയ്യപ്പൻ ഉണ്ടായിരുന്നു. ഇപ്പം 4 അയ്യപ്പൻ ഉണ്ടായിരുന്നതാണ് അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നത്. ഒരു ഈഴവ അയ്യപ്പൻ, പിന്നെ യോദ്ധാവായ അയ്യപ്പൻ. 4 അല്ല സാർ, 40,000 അയ്യപ്പന്മാർ കാണുമെന്ന്. അതിലേത് അയ്യപ്പനാണ് ശബരിമല അയ്യപ്പൻ? ആരാണ് മണികണ്ഠനും അയ്യപ്പനുള്ള ബന്ധം, ശാസ്താവ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് അറിയാൻ. പക്ഷേ പറയുന്നത് അങ്ങനല്ല. മറ്റു തലങ്ങളിലേക്ക് വിഷയങ്ങളെ വലിച്ചടിച്ചുകൊണ്ട് പോയി വല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ യുക്തിവാദികളായാലും ഇതുപോലെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നവരായാലും അത് കേൾക്കാനൊരു സമൂഹമുണ്ട് എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. എനിക്ക് ഇതൊക്കെ കേൾക്കാൻ ഇറങ്ങുന്ന, എൻ്റെ സംഭാഷണം ഉൾപ്പെടെ, ഞാൻ ഈ പറയുന്ന സംഭാഷണം ഉൾപ്പെടെ കേൾക്കാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇന്ത്യൻ തത്വശാസ്ത്രത്തെയും ഇന്ത്യൻ ആത്മീയ ചിന്തകളെയും കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കലില്ല അവിടെ കേട്ടോ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ചില നിരീക്ഷണങ്ങൾ ആവശ്യമുണ്ട്, ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. എന്തിന്? എൻ്റെ അന്വേഷണത്തിന് വേണ്ടി. ഈ അന്വേഷണം മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. മനുഷ്യനെന്ന വ്യക്തിയും പ്രപഞ്ചവുമായിട്ടുള്ള അന്വേഷണം മാത്രമേ ഉള്ളൂ. നമുക്കൊരു ശരീരവും ഒരു മനസ്സും ഒരു ജീവനും ഒരു ആത്മാവും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവനും നമ്മുടെ ആത്മാവും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മങ്ങളും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയും അങ്ങനെ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു സംവേദനത്തിനുള്ള രീതി പഠിക്കുക, അല്ലെങ്കിൽ വീണ്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഇന്നർ പ്രോസസ്സാണ്. ആത്മചോദനപരമായ ഉള്ളിൽ നടക്കുന്ന, ആത്മാവിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് വരേണ്ടത് ഉള്ളിൽ നിന്നാണ്, പുസ്തകങ്ങളിൽ നിന്നല്ല. എന്നാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവും. നമുക്ക് കൃഷ്ണനെക്കുറിച്ച് പഠിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും എല്ലാം കൃഷ്ണനല്ലാതെ മറ്റൊരാൾ ഇവിടെ ഇല്ല. ശിവനെക്കുറിച്ച് പഠിക്കുന്നവർ ശിവനല്ല, ശൈവസിദ്ധാന്തം പറയുന്നവർ ശിവനല്ലാതെ എല്ലാം ശിവൻ പരമ്പൊരുളാണ് എന്ന് പറയും.
അതുപോലെ തന്നെ ബ്രഹ്മാവിനെ കുറിച്ച് പഠിക്കുന്നു. ബ്രഹ്മാവിനെ പിന്നെ അങ്ങനെ പറയുന്നില്ല. ശാക്തേയക്കാർ വന്ന് പറയും, ദേവിയെക്കുറിച്ച്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതാണ് ശരി, അവരവരുടേതാണ് ഏറ്റവും മുകളിൽ എന്ന് അവരവരുടേതാണ് സർവവും എന്ന് പറഞ്ഞു പോകുന്ന കാഴ്ചപ്പാടുകളുണ്ട്. പിന്നെ ബ്രഹ്മമാണ് ശരി, എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുകയും തൻ്റെ ശരിയായ പാത എന്തെന്ന് ഉള്ള ഒരു അന്വേഷണ വഴിയിലേക്ക് പോവുകയും ചെയ്യുക എന്നതിനപ്പുറം ഇതിലെല്ലാം കടിച്ചു തൂങ്ങിക്കിടക്കുകയും ഇതിൻ്റെ എല്ലാം ചുറ്റും നിന്ന്, അതിപ്പോൾ ആശ്രമത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ദൈവങ്ങളുടെ കാര്യമായാലും അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നിന്ന് തൻ്റെ യഥാർത്ഥ അന്വേഷണ വഴി തേടാതെ പോകുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുണ്ട്, കേരളത്തിലും ധാരാളമായുണ്ട്. ഈ സംവാദങ്ങളിലും ചർച്ചകളിലുമൊക്കെ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതാണോ ഇന്ത്യൻ ആത്മീയത? ഇന്ത്യ പറയുന്ന അല്ലെങ്കിൽ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ദർശനം ഇതാണോ? അന്വേഷണാത്മകമായ ഓരോ വ്യക്തിയും ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയില്ല, മറ്റൊരു വ്യക്തിയെ പഠിപ്പിക്കാനുമില്ല, മറ്റൊരു വ്യക്തിയെ നിന്ന് കേൾക്കാനുമില്ല. ഓരോ വ്യക്തികളും അതേസമയം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു അറിവ്, അത് പുരാണത്തിലെ ഇപ്പൊ കൃഷ്ണനെ കുറിച്ച് അല്ലെങ്കിൽ ശിവനെ കുറിച്ച് അല്ലെങ്കിൽ പാർവതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ പുരാണ കഥകളെക്കുറിച്ച്, അതുപോലെ തന്നെ അതിന്റെ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ലഭ്യമാണ്. ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പ്രഭാഷണം നടത്തുന്നു, ചർച്ച നടത്തുന്നു, സപ്താഹങ്ങൾ നടത്തുന്നു. അത് കേൾക്കാം, അത് കേൾക്കരുതെന്നോ പോകരുതെന്നോ ഇരിക്കുന്നില്ല. പക്ഷെ അതിൽ ലയിച്ചു പോകരുത്, അതിൽ രമിച്ചു പോകരുത്, അതിൽ അഭിരമിക്കരുത്. അതിനപ്പുറമുള്ള ഒരു അന്വേഷണം നടത്താനുള്ള ഒരു ടൂളായിട്ട് വേണം നിങ്ങൾ ഇത് എടുക്കേണ്ടത്. നമ്മൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്നത് ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈസ്കൂളിന്റെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോളേജിലേക്ക് പഠിക്കുക എന്നുള്ള നിലയിലാണ്. അടുത്തത് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതിലേക്ക് പോകുന്നതാണ്. PhD എടുക്കുന്ന ആളിന്റെ PhD സിലബസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഡോക്ടറിന് എടുക്കുക എന്നുള്ള നിലയിലാണ്. അങ്ങനെ ഓരോന്നിനെയും പഠിച്ച് സൂപ്പർലേറ്റീവായി കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിനും അങ്ങനെ പ്രപഞ്ചവുമായുള്ള താതാത്മ്യം മനുഷ്യർക്ക് പ്രപഞ്ചവുമായുള്ള താതാത്മ്യം പ്രാപിക്കുന്നതിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരും അന്വേഷകനായി മാറുന്നതാണ് ഇന്ത്യയിലെ ആത്മീയത എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നമുക്ക് സംവാദമാകാം, അല്ലെങ്കിൽ അത് നല്ല ഒരു രസകരമായി നമുക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയാൽ വളരെ മനോഹരമാണ് ഈ വിഷയം. അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് വരും, ഇന്ത്യൻ ഇതിലേക്ക് വരും. നേതി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്, അതല്ല അറിഞ്ഞതാണോ, അറിഞ്ഞതല്ല, അറിയാനുള്ളതാണ് കൂടുതൽ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോയി അങ്ങനെ യഥാർത്ഥ അന്വേഷണത്തിൽ പോയ സന്യാസിമാരോ, യഥാർത്ഥ അന്വേഷണത്തിലേക്ക് സ്വാമിമാരോ, അങ്ങനെ യഥാർത്ഥ അന്വേഷണത്തിലേക്ക് പോയ യോഗിമാരോ ആരും തിരിച്ചു വന്നിട്ട് എൻ്റെ അന്വേഷണം പൂർത്തിയായി, ഞാൻ ഇതെല്ലാം മതിയാക്കി, ഇതാണ് ദൈവം, ഇതാണ് പരബ്രഹ്മം, ഇതാണ് ബ്രഹ്മം എന്ന് ആരും വന്ന് പറഞ്ഞു തന്നിട്ടില്ല, പറയാൻ പറ്റുകയുമില്ല. കാരണം അത് ആത്മചോദനാപരമായ ആത്മനിഷ്ഠപരമായ ഓരോ മനുഷ്യന്റെയും പ്രകൃതിയുമായുള്ള പ്രപഞ്ചവുമായുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതിന് ഓരോരുത്തരും അവരുടേതായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ദൈവികമായ ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക വ്യാഖ്യാനം അല്ല, വിഗ്രഹാരാധനയുമായി ബന്ധം, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇങ്ങനെ പല തരത്തിലുള്ള ചിന്താധാരകളാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. ഈ ചിന്താധാരകളുടെ വഴികളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള രൂപങ്ങളായി ഇതൊക്കെ എടുക്കുകയും, അല്ലാതെ അയ്യപ്പൻ ഉണ്ടായിരുന്നോ, അയ്യപ്പന്റെ അച്ഛനാരായിരുന്നു, പന്തളം കൊട്ടാരത്തിലുണ്ടായിരുന്നോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരക്കി സമയം കളയുന്നത്. പിന്നെ എത്ര അയ്യപ്പൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാവർ എത്രയുണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയി പിന്നെ അയ്യപ്പൻ ദൈവമാണോ, മനുഷ്യനാണോ, മനുഷ്യരൂപമെടുത്ത ദൈവമാണോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഹിന്ദുക്കൾ പോയി അഭിരമിക്കുന്നതിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ എന്താണോ ചിന്തിക്കേണ്ടത്, എങ്ങോട്ടാണോ പോകേണ്ടത്, ആ വഴി തെറ്റിപ്പോകാറുണ്ട്, പലപ്പോഴും തെറ്റിയിട്ടുണ്ട്. ഈ തെറ്റിക്കലാണ് ഈ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അന്നം, അവരുടെ ജോലി. അത് ഇപ്പൊ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ള ആളുകളായാലും ആരായാലും ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ആകുന്ന ഒരുപാട് പ്രസ്താവനകൾ നടത്താറുണ്ട്. ഇതിന്റെയൊക്കെ ആധികാരികമായ രേഖകൾ എന്താണ്, എവിടെ നിന്നാണ് ഇത് പറയുന്നത്, ഏത് ഭാഗത്ത് പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകളില്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നബിയെക്കുറിച്ചായാലും യേശുവിനെ കുറിച്ചായാലും ഹിന്ദു ആരാധനാ ദേവതാ സമ്പ്രദായത്തെക്കുറിച്ചായാലും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമുക്ക് വീണ്ടും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്ത്യൻ ആത്മീയതയുടെ, ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ, ഇന്ത്യൻ ദാർശനികതയുടെ കഥകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. പഠിക്കലല്ല,
അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കൂട്ടായി തയ്യാറാകാം.